Welcome back to 11th day of CBSE Maths Crash Class conducted by Archana Study Center. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th ചാപ്റ്റർ ആയ അരിതമാറ്റിക് പ്രോഗ്രഷൻ എന്ന ചാപ്റ്റർ ആണ്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്കപ്പോൾ അതിലത്തെ കണ്ടന്റ്സിലേക്ക് പോവാം. ഓക്കെ, ടേക്ക് എ നോട്ട്ബുക്ക്. വി ക്യാൻ ലേൺ ടുഗദർ, വി ക്യാൻ ഗ്രോ ടുഗദർ. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th ചാപ്റ്റർ ആയ അരിതമാറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഒരു അരിതമാറ്റിക് സീക്വൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അരിതമാറ്റിക് സീക്വൻസ്. അപ്പോൾ A1 A2 A3 എന്നിങ്ങനെ തുടർന്ന് പോകുന്ന ഒരു സീക്വൻസ്, കുറേ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനാണല്ലോ നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അത് അരിതമാറ്റിക് ആവുന്നത് എപ്പോഴാണ്, അരിതമാറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്, അതിൻ്റെ A2 മൈനസ് A1 എന്ന് പറയുന്നതും A3 മൈനസ് A2 എന്ന് പറയുന്നതും സെയിം ആവുമ്പോൾ, അങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് അടുത്ത നമ്പർ ഫോർത്ത് നമ്പർ മൈനസ് തേർഡ് നമ്പർ എല്ലാ ഡിഫറൻസും സെയിം ആവുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്, കോമൺ ഡിഫറൻസ് സെയിം ആവുമ്പോഴാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, അരിതമാറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1 5 9 ഇത് നോക്കിക്കേ, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 5 ആണ്. 5 മൈനസ് 1 എന്താ വരുന്നത്, കോമൺ ഡിഫറൻസ് 4 ആണ്. 9 മൈനസ് 5 കോമൺ ഡിഫറൻസ് എത്രയാ വരുന്നത്, 4 ആണ്. അപ്പൊ നെക്സ്റ്റ് നമ്പർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഏതാണ്, അടുത്ത നമ്പർ 13 ആണ്, അടുത്ത നമ്പർ എന്തായിരിക്കും 17 ആണ്. ഇങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, കാരണം ഇതിന്റെ ഇടയിലുള്ള കോമൺ ഡിഫറൻസ് എന്താണ്, സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. 1 5 9 13 17 അടുത്ത എന്തായിരിക്കും, നമുക്ക് 4 ആഡ് ചെയ്യാം. 4 ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, 21 ആണ്. ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ടേം 1 ആണ്, അതിൽ നിന്ന് 4 ആഡ് ചെയ്തിട്ട് അപ്പൊ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ഇങ്ങനെ ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അരിതമാറ്റിക് സീക്വൻസ്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു nth ടേമും അതുപോലെ ഇതിന്റെ സമ്മും എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും, സീക്വൻസ് ഒരു ഓർഡറിൽ പോകുന്നത് കൊണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 3 6 9 എക്സെട്ര. അടുത്തത് എന്താ വരുന്നത്, നമുക്കറിയാലേ ഇതിന്റെ കോമൺ ഡിഫറൻസ് 6 മൈനസ് 3 3 ആണ്. 9 മൈനസ് 6 എന്താണ്, 3 ആണ്. അപ്പൊ നമുക്ക് അടുത്ത ടേം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അല്ലെ, എന്തായിരിക്കും 12 ആണ്. അടുത്ത ടേം എന്തായിരിക്കും 15 ആണ് അല്ലെ. അങ്ങനെ ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്യും എൻഡ്ലെസ് ആയിട്ട്. ചിലത് എൻഡുള്ള സീക്വൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന സീക്വൻസിനെയാണ് എന്ത് പറയുന്നത്, അരിതമാറ്റിക് സീക്വൻസ്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ടേം പഠിക്കാൻ വേണ്ടി മാത്രം ഫസ്റ്റ് ടേം ഈ ഒരു സീക്വൻസ് നോക്കണം. 1 5 9 13 17 21 ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. കോമൺ ഡിഫറൻസ് ആണ്. ഈ ടേംസിന്റെ ഇടയിലുള്ള ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എന്താ വരുന്നത്, 4 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഫസ്റ്റ് ടേം 1 ആണ്. അപ്പൊ ഫസ്റ്റ് ടേമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് A എന്നാണ്. അപ്പൊ A ഈക്വൽ ടു 1. ഫസ്റ്റ് ടേം A എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. കോമൺ ഡിഫറൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് D വെച്ചിട്ടാണ്. എന്താണ്, ലെറ്റർ D. കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു 4 ആണ്. അപ്പൊ ഈ സീക്വൻസിനെ സംബന്ധിച്ച് ഫസ്റ്റ് ടേം 1 ആണ്, കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു 4 ആണ്. അപ്പൊ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തന്നിരിക്കുന്ന nth നമ്പർ തന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ഒക്കെ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ സീക്വൻസിന്റെ ആദ്യം വരുന്ന നമ്പറാണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ നമ്പേഴ്സിന്റെ ഇടയിലുള്ള കോമൺ ആയി വരുന്ന ഡിഫറൻസ്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം എല്ലാം എന്താണ്, സെയിം ആണ് അല്ലെ. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് D ഈക്വൽ ടു 4 ആണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഫസ്റ്റ് ടേം എന്താ വരുന്നത്, A ഈക്വൽ ടു 3, D ഈക്വൽ ടു എന്താ, 2 3 ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്കിത് എഴുതാൻ അറിയാം, എളുപ്പമാണ് അല്ലെ. ഇനി നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് nth ടേം, ഒരു സീക്വൻസിന് നമുക്കൊരു 5th ടേം 1 2 3 4 5 5th ടേം ആണ് അല്ലെ. ഇത് എത്രാമത്തെ ടേം, 5th ടേം എത്രയാണെന്ന് നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാതെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാം. 5th ഉം 6th ഒക്കെ നമുക്ക് വരെ എഴുതാം അല്ലെ. ഒരു 100th ടേം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കാൻ പറ്റുമോ, നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. അപ്പൊ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ nth ടേം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിന് ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. നമുക്കത് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A ആണ്. അപ്പൊ എനോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ടേം കിട്ടണല്ലോ. 1ന്റെ കൂടെ നമ്മൾ 4 ആഡ് ചെയ്തിട്ടല്ലേ 5 കിട്ടിയത്.
അല്ലെ? അതുപോലെ 5ന്റെ കൂടെ 4 ആഡ് ചെയ്ത് എന്ത് കിട്ടും? 9 കിട്ടും. അതായത് എയുടെ കൂടെ നമ്മൾ 2 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ഫസ്റ്റ് ടേമിന്റെ കൂടെ 4 2 തവണ ആഡ് ചെയ്ത് എന്ത് കിട്ടും? 9 കിട്ടും. ശരിയല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ടേം എങ്ങനെ എഴുതാം? a പ്ലസ് 2d അല്ലെ? ഇനി നമുക്ക് അടുത്തത് 4th ടേം ആണ് കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര തവണ നമ്മൾ 4 ആഡ് ചെയ്യണം? ഫസ്റ്റ് ടേം പ്ലസ് 3 ടൈംസ് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4th ടേം കിട്ടും. അപ്പൊ 4th ടേം എന്നാണ് a പ്ലസ് 3d. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ടേംസ് പോകുന്നത്. ഫസ്റ്റ് ടേമിന്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. 2 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ തേർഡ് ടേം കിട്ടും. 3 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 4th ടേം കിട്ടും. അപ്പൊ നമുക്ക് nth ടേം എഴുതാലോ. nth ടേം എന്ന് പറയുന്നത് നമുക്ക് ഒരു 100th ടേം എങ്ങനെ എഴുതാൻ പറ്റും? 100th ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ 4th ടേം a പ്ലസ് 3d ആണ്. 100th ടേം നമുക്ക് എഴുതാലോ a പ്ലസ് 99d ആയിരിക്കും അല്ലെ? 4th ടേം a പ്ലസ് 3d, തേർഡ് ടേം a പ്ലസ് 2d, സെക്കൻഡ് ടേം a പ്ലസ് d അല്ലെ? അപ്പൊ ഇത് എന്തായിരിക്കും? a പ്ലസ് 99d. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? nth ടേം an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഇത് നിങ്ങൾ നല്ല പോലെ അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് nth ടേം, 100th, 128th ടേം ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ടേം പ്ലസ് എത്രാമത്തെ ടേം ആണ് നമ്മൾക്ക് കിട്ടുന്നത് അതിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇൻ എൻ AP the common difference d is equal to -4 and the 7th term is 4, then find the first term. ഓക്കെ, നമുക്കപ്പോ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. തന്നിരിക്കുന്നത് കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് -4 ആണെന്ന്. അപ്പൊ -4 ആഡ് ചെയ്തിട്ടുള്ള പോകുന്ന ഒരു സീക്വൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ 7th ടേം A7 എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 4 ആണെന്നും തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? A ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നന്നായി വായിക്കുക. അതിൽ എന്താണ് തന്നിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക, എന്ത് കണ്ടുപിടിക്കണം എന്നറിയാം. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം nth ടേം എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. നമ്മളിവിടുത്തെ n എത്രയാണ്? ഇവിടെ 7 ആണ് അല്ലെ? നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതിൽ n എത്രയാണ്? 7th ടേം n 7 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം A7 എന്ന് പറയുന്നത് എന്താണ്? a പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു d, ദാറ്റ് ഈസ് a പ്ലസ് 6d. അതായത് a പ്ലസ് 6d എന്ന് പറയുന്നത് A7 ആണ്. അപ്പൊ നമുക്ക് a അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആണല്ലോ. A7 ഇസ് ഈക്വൽ ടു a പ്ലസ് 6d ആണ്. അപ്പൊ നമുക്ക് a ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? A7 മൈനസ് 6d ഇസ് ഈക്വൽ ടു a എഴുതാലോ. അതായത് ഇവിടുത്തെ പ്ലസ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തൊരു മൈനസ് ആയിട്ട് മാറും. ദാറ്റ് ഇസ് ഈക്വൽ ടു a ഇസ് ഈക്വൽ ടു A7 എത്രയാണ്? 4 ആണ്. 4 മൈനസ് ബ്രാക്കറ്റ് ഇടണം, 2 ടേം ഉണ്ടല്ലോ. 6 ഇൻറ്റു d എത്രയാണ്? -4. ക്ലിയർ ആയെന്ന് കരുതുന്നു. കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസും പ്ലസും മാറിപ്പോവരുത്. ഓക്കെ, A7 എന്ന് പറയുന്നത് 4 ആണ്. മൈനസ് 6 ഇൻറ്റു d എന്ന് പറയുന്നത് -4 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 4 മൈനസ് -4 ഇൻറ്റു 6 എന്ന് പറയുന്നത് -24 ആണ്. Then this become എന്ത് വരും? a മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും? 4 പ്ലസ് 24 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 28 ആണ്. അപ്പൊ നമ്മുടെ a എന്ന് പറയുന്നത് എന്താണ്? 28 ആണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. a ഈക്വൽ ടു 28 മൈനസ് ചെയ്ത് -4 മൈനസ് ചെയ്യുമ്പോൾ 7th ടേം എന്തായിട്ട് മാറും? -4 ആയിട്ട് മാറും. സീക്വൻസ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഒന്ന് നോക്കി നോക്കാം സീക്വൻസ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത്. 28, നെക്സ്റ്റ് നമ്പർ എന്താ വരിക? 4 മൈനസ് ചെയ്യുമ്പോൾ 24, 20. അതുപോലെ എന്ത് വരും? അടുത്ത ടേം എന്ത് വരും? 16 വരും. നെക്സ്റ്റ് ടേം എന്ത് വരും? 12 വരും. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 8 ആണ്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 4 ആണ്. നോക്കിക്കേ, 1 2 3 4 5 6 7th ടേം 4 ആയി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊസീജിയർ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വിച്ച് ടേം ഓഫ് ദ AP 3, 15, 27, 30, 10 എക്സെട്ര വിൽ ബി 120 മോർ ദാൻ ഇറ്റ്സ് 21st ടേം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു അരിതമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. 3, 15, 12, 39 എക്സെട്ര എന്ന് പറയുന്നതാണ് നമ്മുടെ അരിതമെറ്റിക് സീക്വൻസ്. അതിലെ 21st ടേമിനോട് 120 ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ആ സീക്വൻസിൽ എത്രാമത്തെ നമ്പർ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി 2 3 തവണ വായിക്കുക. ക്വസ്റ്റ്യൻ
നന്നായി മനസ്സിലാക്കുക. അതായത് 21st ടേം നോട് 120 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ആ സീക്വൻസിലെ എത്രാമത്തെ നമ്പർ ആണെന്നാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ സീക്വൻസ് ആദ്യം എഴുതാം. സീക്വൻസ് എന്ന് പറയുന്നത് 3, 15, 27, 39 ആണ്. അപ്പൊ സീക്വൻസിൽ നിന്ന് നമുക്ക് എ എടുത്ത് എഴുതാം. ഫസ്റ്റ് ടേം 3 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 15 - 3 എന്ന് പറയുന്നത് 12 ആണ് അല്ലെ. കോമൺ ഡിഫറൻസ് 12 ആണ്. അപ്പൊ നമുക്ക് 21st ടേം ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. A21 എന്ന് പറയുന്നത് A + 20D ആണ്. n-1 × D എന്ന് പറയുന്നത് എന്താണ്? 20D ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. A എന്ന് പറയുന്നത് 3 ആണ്. 20 × D എന്ന് പറയുന്നത് 12 ആണ്. ദിസ് ബിക്കം 3 + 240 എന്ത് വരും? 243 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. 2 × 12 24, 240 + 3 243. അപ്പൊ ഇതിനോട് അതായത് നമുക്ക് കിട്ടുന്ന നമ്പർ TN എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെ. TN എന്ന് പറയുന്നത് എന്താണ്? ഈ 243നോട് എത്ര ആഡ് ചെയ്യണം? 120 ആഡ് ചെയ്ത നമ്പർ ആയിരിക്കണം. അത് ഈ സീക്വൻസിൽ എത്രാമത്തെ നമ്പർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് 120 ആഡ് ചെയ്ത് നോക്കാം. എന്താ വരുന്നത്? 3, 6 = 363 ആണ് നമ്മുടെ നമ്പർ. ക്ലിയർ ആണെന്ന് കരുതുന്നു. 363 ഈ സീക്വൻസിൽ എത്രാമത്തെ നമ്പർ ആണ്? അപ്പൊ നമുക്ക് വീണ്ടും ഇക്വേഷൻ എഴുതാം. TN എന്ന് പറയുന്നത് A + n-1 × D ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. A + n-1 × D ആണ്. അപ്പൊ TNന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 363. എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 3 + n-1 × D എത്രയാണ്? D എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 12 ആണ്. അപ്പൊ നമുക്ക് ഈ 3 ഇങ്ങോട്ട് മൈനസ് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് വരും? 3 മൈനസ് ചെയ്യുമ്പോൾ ദിസ് ബിക്കം 63 - 3 വരും. കാരണം ഇത് പ്ലസ് ആണ്. ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? മൈനസ് ആയി മാറും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? n-1 × 12 വരും. ദാറ്റ് ഈസ് 360 = എന്ത് വരും? n-1 × 12 ആയിട്ട് മാറും. ദെൻ n-1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 360ൽ നിന്ന് 12 ഡിവൈഡ് ചെയ്തതാണ്. 360 / 12. കാരണം എന്താണ്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ ഓപ്പറേഷൻ. അത് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? n-1 അവിടെ നിൽക്കും. 12 എന്ത് ചെയ്യും? 360 / 12 ആയിട്ട് മാറും. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് കിട്ടും? 30 കിട്ടും. 360 / 36ൽ 12 3 times ആണ് 30 times. That is we get n-1 = 30. That is n = എന്ത് വരും? 30 + 1 = 31. 31st ടേം ആണ് നമ്മുടെ എന്ത് വരുന്നത്? ടേം ഈസ് 363. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ആൻസർ കിട്ടിയത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കുക. അതിൽ നിന്ന് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കണം. ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ മിഡിൽ ടേം ഓഫ് ദി AP 7, 13, 19 up to 247. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ഇതിന് ഈ ഒരു സീക്വൻസിന്റെ മിഡിൽ ടേം കാണണം. മിഡിൽ ടേം എന്ന് പറയുമ്പോൾ ഇത് എൻഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് അല്ലെ. ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട് നമുക്ക്. 247 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എക്സെട്ര അപ് ടു 247 വരെ തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ലാസ്റ്റ് ടേം AN എന്ന് പറയുന്ന ടേം എന്താണ്? 247 ആണ്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് മിഡിൽ ടേം കണ്ടുപിടിക്കാം. മിഡിൽ നമ്പർ എത്രയാന്ന് കണ്ടുപിടിക്കാം. മിഡിൽ നടുക്ക് വരുന്ന നമ്പർ എത്രയാന്ന് നോക്കാം. എന്നിട്ട് അത് അവിടെ വരുന്ന എന്താ സീക്വൻസിലെ ആ ടേം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. ഈ സീക്വൻസിലെ ലാസ്റ്റ് ടേം ആണിത്. ലാസ്റ്റ് ടേം എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ലെറ്റ് ഇറ്റ് ബി ഇപ്പൊ എക്സ് ആണ്. nth ടേമിന്റെ nth എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ n/2 ആയിരിക്കും അതിന്റെ മിഡിൽ നമ്പർ. ആ n/2 വെച്ചിട്ട് നമ്മൾ ആ സീക്വൻസിലെ ടേം ഏതാണെന്ന് കണ്ടുപിടിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ അതിൽ തന്ന പ്രകാരം A എന്ന് പറയുന്നത് 7 ആണ് അല്ലെ. അപ്പോൾ D എന്താ വരുന്നത്? സീക്വൻസിൽ 13 - 7 എന്ന് പറയുമ്പോൾ എന്ത് വരും? 6 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. 19 - 13 എന്താണ്? 6 ആണ് അല്ലെ. 13 + 6 ആണ് 19. അപ്പൊ നമ്മുടെ A എന്ന് പറയുന്നത് 7ഉം D എന്ന് പറയുന്നത് 6ഉം ആണ്. അപ്പൊ A7 തന്നിട്ടുണ്ടല്ലോ. AN എന്ന് പറയുന്നത് 7 അല്ല, AN എന്ന് പറയുന്നത് 247 ആണ്. നമുക്ക് N ആണ് അറിയാത്തത്. N എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് 4 കാര്യങ്ങളിൽ ഒരു കാര്യം അറിയില്ല. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. AN = A + n - 1 × D.
an എന്ന് പറയുന്നത് 247 ആണ്. a എന്ന് പറയുന്നത് 7, n മൈനസ് 1 ഇൻറ്റു d എന്താണ് വരുന്നത് 6 ആണ്. ഈ 7 ഇവിടെ മൈനസ് ചെയ്യാം. 247 മൈനസ് 7 ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 6 ഈക്വൽ ടു 240 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 6. ഓക്കെ, അപ്പൊ n മൈനസ് 1 എന്ത് വരുതെന്ന് n മൈനസ് 1 ഈക്വൽ ടു എന്ത് ചെയ്യും? n മൈനസ് 1 മാത്രം ഇവിടെ നിർത്തുമ്പോൾ ഈ 6 എന്ത് ചെയ്യും? 240 നിന്ന് ഡിവൈഡ് ചെയ്ത് പോകണം. ദാറ്റ് ഈസ് 240 ഡിവൈഡഡ് ബൈ 6 വരും. കറക്റ്റ്. 24/6 എത്രയാണ് വരുന്നത്? 4. ദാറ്റ് ഈസ് 40. ദാറ്റ് ഈസ് n മൈനസ് 1 ഈക്വൽ ടു 40. ദാറ്റ് ഈസ് n ഈക്വൽ ടു എന്ത് വരും? ഈ മൈനസ് 1 അപ്പുറത്ത് പോകുമ്പോൾ 41 ആണ് നമ്മുടെ n എന്ന് പറയുന്നത്. അപ്പൊ നടുക്കത്തെ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതൊരു ഓഡ് നമ്പർ ആണ് അല്ലെ. ഓഡ് നമ്പർ ആകുമ്പോൾ നടുക്കത്തെ ടേം എങ്ങനെയാ കണ്ടുപിടിക്കുക? n പ്ലസ് 1/2th ടേം ആണ് നമുക്കിനി അറിയേണ്ടത്. n പ്ലസ് 1/2th ടേം എങ്ങനെയാ വരുന്നത്? 9 ആണെങ്കിൽ 9ന്റെ നടുക്കത്തെ ടേം എത്രയാ വരുന്നത്? 9 പ്ലസ് 1/2 ദാറ്റ് ഈസ് 10/2. 5th ടേം ആണ് നടുക്കത്തെ ടേം വരിക. ഓക്കെ, ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പൊ 41 ആണെങ്കിൽ നടുക്കത്തെ ടേം എന്താ വരിക? 41 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. 42 ഡിവൈഡഡ് ബൈ 2 എത്രയാ വരുന്നത്? അത് 21. 21st ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു 41 പ്ലസ് 1/2 ടേം ഈക്വൽ ടു 21st ടേം. 21st ടേം ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കണം. ഇനി കണ്ടുപിടിക്കാലോ. നമുക്ക് ഇക്വേഷൻ അറിയാം. A21 ഈക്വൽ ടു a പ്ലസ് 20d. n മൈനസ് 1 എന്ന് പറയുമ്പോൾ 20 വരും അല്ലെ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a എന്ന് പറയുന്നത് 7 ആണ്. പ്ലസ് 20 ഇൻറ്റു d എത്രയാണ് വരുന്നത്? 6 ആണ്. ദാറ്റ് ഈസ് 7 പ്ലസ് നമ്മൾ ഈ ടേം വേണം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ കേട്ടോ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. അപ്പൊ ഈ രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ 7 ആഡ് ചെയ്യുള്ളൂ. തിരക്ക് പിടിച്ചത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പാടില്ല. ഓക്കെ, 20 ഇൻറ്റു 6 എന്ത് വരും? 2 ഇൻറ്റു 6 112 120 വരും. Then the term is 127 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ചിരുന്നത് ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? മിഡിൽ ടേം ഈസ് എന്ത് എഴുതണം? ടേം ഈസ് 127. ആൻസർ കിട്ടിയത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. The sum of 4 consecutive numbers in the AP is 32 and the ratio of their product of the first and last term to the product of 2 middle term is 7:5. ഫൈൻഡ് ദ നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, 4 തുടരെയുള്ള നമ്പേഴ്സിന്റെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 32 കിട്ടും. അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ സീക്വൻസിലുള്ള നമ്പേഴ്സ് ആണ് കേട്ടോ. അതുപോലെ അതിന്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഈ ഡിവൈഡഡ് ബൈ മിഡിൽ ടേംസ് ചെയ്ത് കഴിഞ്ഞാൽ 7/15 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ CBSE ബോർഡ് എക്സാമിന് വന്നിട്ടുള്ളതാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത് അത് അറിഞ്ഞിരിക്കണം. ഇത് ഈവൺ നമ്പേഴ്സ് ആണ്. 4 ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 4 നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് A-3D മനസ്സിലാക്കണം കേട്ടോ. അത് A-D, A+D, A+3D ഇങ്ങനെയാണ് നമ്മൾ 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A-3D ആണ്. ഇവരുടെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 2D ആണ്. മൈനസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് ടൈം A-D മൈനസ് ഓഫ് A-3D ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഈ A മൈനസ് A കട്ടായി പോകും. -D മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ +3D വരുമ്പോൾ എന്ത് വരും? 2D ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് 2D ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈവൺ നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതില് ഈ ക്വസ്റ്റ്യനിലുള്ളതല്ല, നമ്മളിപ്പോ 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് A-D, A+D, ബാക്കില് A-2D, ഇവിടെ A+2D ഇങ്ങനെയാണ് റെപ്രസെന്റ്. ഫസ്റ്റ് ടേം A-2D, A-D, A+D, A+2D. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര? D തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ടേം A-2D ആണ്. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ റെപ്രസെന്റേഷൻ എന്താ എടുത്തേക്കുന്നത്? A-3D ആണ് എടുത്തേക്കുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് 2D ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇനി നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ
നമുക്ക് എന്ത് കിട്ടിയെന്നാ പറയുന്നത്? 32 കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കതൊന്ന് ആഡ് ചെയ്തേക്കാം. ലെറ്റ് അവർ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആർ ദിസ്. ലെറ്റ് ദീസ് ആർ 4 consecutive numbers. Okay, ഇതാണ് നമ്മുടെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. സോ വി ക്യാൻ ഗിവ് a minus 3d. ഇത് ആഡ് ചെയ്യുമ്പോൾ 4 സം എടുക്കുമ്പോൾ എന്ത് കിട്ടിയെന്നാ പറയുന്നത്? അവര് a minus d plus a plus d plus a plus 3d സം എടുത്തു അല്ലെ. ഈ -3dയും +3dയും കൂടി ക്യാൻസൽ ചെയ്ത് പോവും, 0 ആയി പോവും. അതുപോലെ -dയും +dയും ക്യാൻസൽ ആയി പോവും. പിന്നെ എത്ര a ഉണ്ട്? 1 2 3 4 അല്ലെ. ഈക്വൽ ടു 4a ഈക്വൽ ടു 32 വരും അല്ലെ. 32 അല്ലേ ആൻസർ തന്നേക്കുന്നത്? 32. അപ്പൊ a എന്ത് വരും? 32 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 8. a എന്ന് പറയുന്നത് 8 ആണ് നിങ്ങളുടെ. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ മിഡിൽ ടേം. ഫസ്റ്റ് ടേം എന്താണ്? a minus 3d ഇൻറ്റു ലാസ്റ്റ് ടേം എന്താണ്? a plus 3d ഡിവൈഡഡ് ബൈ a minus d ഇൻറ്റു a plus d എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ 7/15 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ദിസ് ബിക്കം a square minus 3d whole square minus a square minus d square ആണല്ലേ. ഇത് a minus d ന്റെ a plus d അല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? a square minus d square എന്ന് ഡിനോമിനേറ്ററിൽ എഴുതാം. ഇവിടെ എന്തോരും? a square minus 3d whole square എന്ന് പറയും. ഐഡന്റിറ്റി ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നതാണ്. ഈക്വൽ ടു 7/15. എന്നിട്ട് ഇവിടെ എക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിയുടെ വാല്യൂ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇതാണ് റിസൾട്ട് കിട്ടിയേക്കുന്നത്. നമുക്ക് എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ കിട്ടിയിരിക്കുന്നത് നമുക്ക് എന്തായിരുന്നു? 8 ആയിരുന്നു കിട്ടിയിരിക്കുന്നത്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 8 സ്ക്വയർ 64 മൈനസ് ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ 9d സ്ക്വയർ. ഇവിടെ എന്തോരും? 64 മൈനസ് d സ്ക്വയർ ഇസ് ഈക്വൽ ടു 7/15. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ കാൽക്കുലേഷൻസ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ, വേറെ പ്രത്യേകത ഒന്നുമില്ല. 15 ഇൻറ്റു 64 മൈനസ് 9d സ്ക്വയർ ഈക്വൽ ടു 7 ഇൻറ്റു 64 മൈനസ് d സ്ക്വയർ. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് തെറ്റിക്കാതെ ചെയ്യാം. 15 ഇൻറ്റു 64 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 960 കിട്ടും. 15 ഇൻറ്റു 9 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുവരും? 135 d സ്ക്വയർ കിട്ടും. ഈക്വൽ ടു 7 ഇൻറ്റു 64 ചെയ്യുമ്പോൾ എന്തുവരും? 448 കിട്ടും. ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഈക്വൽ ടു 7 d സ്ക്വയർ ഇങ്ങനെ കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഡി ഉള്ള ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകണം. ബാക്കി കോൺസ്റ്റന്റ് ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് പോകും. അപ്പൊ ഞാനിവിടെ 916 ഇവിടെ നിർത്തി. ഇനി അടുത്ത ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം എന്താണ്? 448. അത് അവിടെ പ്ലസ് ആയിട്ടാണ് കിടക്കണം. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ എന്തുവരും? 448 മൈനസ് ആവും. ഇനി ഇവിടെ ഓൾറെഡി ബാക്കി ഇവിടെ കിടക്കുന്നത് എന്താണ്? -7 d സ്ക്വയർ ആണ്. അപ്പൊ ഇവിടുത്തെ d സ്ക്വയറിന്റെ ടേം എന്താണ്? -135 d സ്ക്വയർ ആണ്. അത് അങ്ങോട്ട് പോകുമ്പോൾ എന്തുവരും? +135 d സ്ക്വയർ ആവും. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 512 ആണ് കിട്ടുന്നത്. ഇത് മൈനസ് ചെയ്യുമ്പോൾ 135 മൈനസ് 7 ചെയ്യുമ്പോൾ എന്തുവരും? 128 d സ്ക്വയർ. ഓക്കെ, അപ്പൊ d സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 512 ഡിവൈഡഡ് ബൈ 128 ആണ്. 512 എന്ന് പറയുന്നത് 128 ഇൻറ്റു 4 ആണ്. ഡിവൈഡഡ് ബൈ 128. അപ്പൊ ഈ 128ഉം 128ഉം കട്ട് ചെയ്ത് പോകും. ആൻസർ ബിക്കം 4. ഓക്കെ, അപ്പൊ d സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ആണ്. അങ്ങനെയാണെങ്കിൽ d എന്തായിരിക്കും? 2 ആണ്. നമ്മുടെ കോമൺ ഡിഫറൻസ് 2d ആണ് അല്ലെ. ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാലോ. a minus 3d. a minus 3d എന്ന് പറയുമ്പോൾ എന്തോരും? a എന്ന് പറയുന്നത് 8 ആണ്. 3 ഇൻറ്റു d 2 പ്ലസ് അടുത്ത ടേം എന്താ വരുന്നത്? a minus d 2. a എന്നാണ് 8. നെക്സ്റ്റ് a plus 2d. a plus 2. നെക്സ്റ്റ് 8 plus 3 ഇൻറ്റു 2. ഇതാണ് നമ്മുടെ ടേംസ് വരുന്നത്. അപ്പൊ ഇതെന്ത് വരും? 8 minus 6 is equal to 2 വരും. ഇവിടെ എന്ത് വരും? 8 minus 2 വരുമ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്താണ്? 2d ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 6 വരും അല്ലെ. 6 വരും. ഇവിടെ എന്ത് വരും? 10 വരും. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 6 plus 8 വരുമ്പോൾ നമുക്ക് എന്ത് വരും? 14 വരും. ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇവർ കണ്ടുപിടിക്കാൻ പറഞ്ഞ സീക്വൻസ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ ടേമിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് കേട്ടോ. എയും ഡിയും. എ നമുക്ക് ഓൾറെഡി 8 കിട്ടിയിട്ടുണ്ട്. ഡി നമുക്ക് എന്ത് വരുത്തിയിട്ടുണ്ട്? 2 കിട്ടും. അപ്പൊ ഈ ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എന്തുവരും? 2 6 10 14 എന്നുള്ള നമ്പർ കിട്ടും. ക്ലിയർ ആണെന്ന് കരുതുന്നു കേട്ടോ. അടുത്ത സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അരിത്മെറ്റിക് സീക്വൻസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തെങ്കിലും
എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയണം. നമുക്ക് കൂടുതൽ ടോപ്പിക്സുകളും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.